നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര മേലില പഞ്ചായത്തിലെ മാക്കന്നൂർ കിണറ്റിൻകര നിവാസികൾ വെള്ളിയാഴ്ച ഉണർന്നത് ഒരു ലോറി നിറയെ തെരുവു നായ്ക്കളെ കണ്ടാണ്. പ്രദേശത്തെ ആളൊഴിഞ്ഞതും കാടുമൂടിയതുമായ പറമ്പിൽ നായ്ക്കളെ ഉപേക്ഷിക്കാനെത്തിയതാണെന്നറിഞ്ഞ് അവർ ഞെട്ടി. ഇതിനിടയിൽ ഇടുങ്ങിയ റോഡിൽ ലോറി മുന്നോട്ട് പോകാത്തതിനാൽ പെട്ടി ഓട്ടോയിൽ കയറ്റി കുറെ നായ്ക്കളെ പറമ്പിൽ കൊണ്ടുവിട്ടു. നാട്ടുകാർ കൂട്ടം കൂടി പ്രതിഷേധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എബി ഷാജിയും കുന്നിക്കോട് പോലീസും സ്ഥലത്തെത്തി. 6ാം വാർഡില് ഇതുപോണം രാവിലെ എറണാകുളത്തു നിന്നൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു വണ്ടി നിറച്ചും പട്ടികളെ കൊണ്ടുവരികയും അന്നേരം ഇവിടുത്തെ പരിസരവാസികൾ ആ പട്ടിയെ കാണുകയും അവര് കൊണ്ടുവന്ന് ഇവരെ കണ്ടപ്പോൾ 2-3 പ്രാവശ്യം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്ന് ഇവിടെ രശ്മി എന്ന് പറയുന്ന ഒരു 7ാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ 6ാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ വീടാണ്. അന്നേരം അവിടെ കൊണ്ടുവന്ന് പട്ടികളെ വളർത്താമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ വളർത്താനുള്ള ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമല്ല ഇത്. ഇവിടെ ഇഷ്ടംപോലെ പരിസരവാസികളും ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ പട്ടികളെ കൊണ്ടുവന്ന് 10-12 പട്ടികളെ വീട്ടിലിറക്കുകയും ബാക്കി പട്ടികളെ ഇറക്കുന്നതിന് മുമ്പ് ഇവിടെ ആൾക്കാർ തടയുകയും ചെയ്ത പ്രകാരം പിന്നെ ബാക്കി പട്ടികളെ ഇറക്കിയിട്ടില്ല. ഇപ്പം ഇറക്കിയ പട്ടികളെ തിരിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇവിടെ ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ നിന്നല്ല, തുറന്നുവിട്ട നായ്ക്കളിൽ കുറെ എണ്ണത്തിനെ ഓടിച്ചിട്ട് പിടിച്ച് ലോറിയിൽ കയറ്റി. മൃഗസ്നേഹികളെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീകൾ ഉൾപ്പെടെ 5 പേരാണ് നായ്ക്കളുമായി എത്തിയത്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിപ്പിച്ച നായ്ക്കളെയാണ് മൂടിക്കെട്ടിയ ലോറിയിൽ മേലിലയിൽ എത്തിച്ചത്. നിങ്ങൾ ഒന്ന് ചോദിക്കണ്ടേ ഇത് എവിടെയാ കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ്? കോന്നിയിൽ ഫാം എന്നാണ് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഞങ്ങള് പത്തനംതിട്ട എത്തിക്കാൻ വിളിച്ചപ്പോഴാണ് വണ്ടി അവിടെ നിന്ന് ഫോളോ ഞങ്ങള് ഇതാക്കി വന്നത്. മെമ്പറെ നമ്മളെ ഏൽപ്പിച്ചു വിട്ടത്, ജനങ്ങളെ ഏൽപ്പിച്ചു വിട്ടത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിനും മെമ്പറെ വീട്ടിൽ ചെന്ന് പട്ടി വരച്ചാൽ മെമ്പർ ഇതുപോലെ ഉള്ള ആയിരക്കണക്കിന് ഇന്ന് രാത്രി തന്നെ ഇത് ഇവിടെ കൊണ്ടുവന്ന് തട്ടും. ഇവന്മാര് കൊണ്ടുപോകുന്ന പറഞ്ഞോ ഇത് കൊണ്ടുപോകത്തില്ല. ഇത് എപ്പോഴേ ഇല്ലാത്ത പ്രശ്നങ്ങൾ നടന്നു പോയാനായിരുന്നു അറിയാം. അവള് കേസ് കൊടുത്തേക്കുവാ. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ചിലപ്പോ അവളവിടെ കേസ് കൊടുക്കും. ഈ വസ്തുവിനകത്ത് ഇറങ്ങി അവരെ അതിക്രമിച്ചെന്ന് ഇനിയും കേസ് കൊടുക്കും. അതുകൊണ്ട് അത് നോക്കി കണ്ട് ചെയ്യും. സുരക്ഷിത ഇടം നൽകാമെന്ന പ്രദേശവാസിയായ സ്ത്രീയുടെ വാക്കാണ് ഇവരെ ഇവിടെ എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽപ്പെട്ട് കിടക്കുന്ന കുറച്ച് വസ്തുവിലാണ് ഇവയെ തുറന്നുവിടുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. കോന്നിയിലേക്ക് നായ്ക്കളെ കൊണ്ടുപോകാനായിരുന്നു ശ്രമമെന്നും ഗൂഗിൾ മാപ്പിൽ വഴിതെറ്റിയതാണെന്നും വിശദീകരണവും നടത്തി. 1 മാസം മുൻപാണ് 7 വയസ്സുകാരി പേവിഷബാധയെ തുടർന്ന് സമീപ പ്രദേശത്ത് മരിച്ചത്. പ്രദേശത്താകെ തെരുവു നായ്ക്കളെ കൊണ്ട് ശല്യത്തിൽ വലയുമ്പോഴാണ് ഒരു ലോറി നിറയെ നായ്ക്കളെ ഇവിടെ ഉപേക്ഷിക്കാനായി എത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. മണിക്കൂറുകൾ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ ലോറിയോടെ നായ്ക്കളെയും ഒപ്പമുണ്ടായിരുന്നവരെയും പോലീസ് മടക്കി അയച്ചിട്ടുണ്ട്. ഇവിടെ രശ്മി എന്ന് പറയുന്ന ഒരു 7ാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ 6ാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ വീടാണ്. അന്നേരം അവിടെ കൊണ്ടുവന്ന് പട്ടികളെ വളർത്താമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ വളർത്താനുള്ള ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമല്ല ഇത്. ഇവിടെ ഇഷ്ടംപോലെ പരിസരവാസികളും ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ പട്ടികളെ കൊണ്ടുവന്ന് 10-12 പട്ടികളെ വീട്ടിലിറക്കുകയും ബാക്കി പട്ടികളെ ഇറക്കുന്നതിന് മുമ്പ് ഇവിടെ ആൾക്കാർ തടയുകയും ചെയ്ത പ്രകാരം പിന്നെ ബാക്കി പട്ടികളെ ഇറക്കിയിട്ടില്ല. ഇപ്പം ഇറക്കിയ പട്ടികളെ തിരിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇവിടെ ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ നിന്നല്ല, ഒരു സ്ഥലത്തായാലും ഇവിടെ ഞാൻ വിളക്കുടി പഞ്ചായത്തിൽ ഒരു കുട്ടിയെ ഇപ്പം പട്ടി കടിച്ച് മരണപ്പെട്ടതിന്റെ വിഷമം ആർക്കും തീർന്നിട്ടില്ല. ഇതിലേക്കൂടെയൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ സ്കൂളുകളിൽ പോകുന്നതാ. സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ ജനങ്ങൾ മൊത്തം ഈ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാ. ഇത്രയും ജനങ്ങൾ താമസിക്കുന്നിടത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഇത് കാണിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മര്യാദയില്ലേ?
എല്ലാ ഗ്രാമപഞ്ചായത്ത് ഈ ഇതിനകത്ത് ലൈസൻസ് കൊടുക്കുകയോ ഇത് അറിഞ്ഞിട്ടോ ഒന്നുമുള്ള കാര്യമല്ല. ഇവര് അവരുടെ തന്നിഷ്ടപ്രകാരം കൊണ്ടുവന്ന് ഇവിടെ ഇറക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. അവരെ ഇവിടെ നടക്കത്തില്ല. നടപടിക്രമം എല്ലാ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് 19 പട്ടി ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് ആ ടാർപ്പ് മാറ്റിയപ്പോ ഒത്തിരി പട്ടികൾ അതിൽ കിടക്കുന്നു. പഞ്ചായത്ത് ഒന്നും ചെയ്തിട്ടില്ല. എന്നെ അതും കൂടെ പറയാനും രാവിലെ എന്നെ ഈ രശ്മി എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ച സമയത്ത് ഇതുപോണം പട്ടികളെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും നടക്കത്തില്ല, നിങ്ങൾ നിങ്ങളുടെ വാർഡ് മെമ്പറെ വിളിച്ചോന്ന് ചോദിച്ചോ. വാർഡ് മെമ്പറുടെ ആവശ്യമില്ല. അങ്ങനെ ഇതിനെ ഇവിടെ ഇറക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പ്രസിഡന്റിന്റെ വാർഡ് മെമ്പറുടെ എതിരെ എനിക്ക് കോടതി പോകേണ്ടവരും. ഞാൻ പറഞ്ഞു അതൊക്കെ നിയമപരമായിട്ട് നിങ്ങൾ നീങ്ങുക, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത്. അത്